നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ സി പി എമ്മിൻ്റെ തലയ്ക്ക് അടി കിട്ടി തല പെരുത്ത് കറങ്ങി അടിച്ച് നിലത്ത് കിടക്കുകയായിരുന്നു. ഇവർ എണീക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കറങ്ങി കറങ്ങി താഴെ വീഴുന്ന അവസ്ഥയിലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. ഇന്നസെന്റ് കിലുക്കത്തിൽ ഇടയ്ക്ക് മറ്റേ ലോട്ടറി അടിച്ചു പറഞ്ഞ് തറ പൊക്കിയിട്ട് ചിരിച്ചിട്ട് പിന്നെ വീണ്ടും അതുപോലെ അങ്ങനെ അതേ അവസ്ഥയിലാണ് ഇപ്പോൾ. ആ ഒരു മന്ദത, വല്ലാത്ത ഒരു മന്ദതയാണ്. ഇപ്പോൾ പതുക്കെ പതുക്കെ ഇവരുടെ പഴയ ഫോമിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ വഴി നാട്ടുകാർ മൊത്തം തെറി വിളിക്കുന്നു. ഇപ്പോൾ അതായത് ഇപ്പം ഇവരുടെ നീക്കം സർവീസ് സംഘടനകൾ വഴിയാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ പതിവ് പോലെ ഗുണ്ടകളെ ഇറക്കി ഗുണ്ടായിസത്തിനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് സംഘടനകൾ വഴി നമ്മൾ മനസ്സിലായല്ലോ, രണ്ടുപേര് വിവിധ കാരണങ്ങൾ, വ്യക്തിപരമായ കാരണങ്ങൾ, ഒരാൾ ആത്മഹത്യ ചെയ്യുകയും മറ്റൊരാൾ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. അത് രണ്ടും സ്ഥലം മാറ്റത്തെ തുടർന്നാണെന്നും പറഞ്ഞ് ഇവരൊരു വലിയ പ്രോപ്പഗൻഡ അടിച്ചുവിട്ടു. അത് എന്തായാലും പൊളിഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് അർജുൻ ആയങ്കി എന്ന് പറയുന്ന CPM ഗുണ്ട, ഈ ഗുണ്ടയുടെ പിൻബലത്തിൽ ഗുണ്ട സർക്കാരിനെ വെല്ലുവിളിച്ചു. ഇവന്മാരെ കൊണ്ട് നോക്കിയിട്ട് നടന്നില്ല. അതിന് ഈ ഗുണ്ടയുടെ വെല്ലുവിളി കണ്ടുകൊണ്ട് ഇവിടെ കുറച്ച് CPMകാർ ഗുണ്ടയ്ക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് ഇറങ്ങി. അപ്പോൾ ഒരു വിഭാഗം, അതായത് ജയരാജന്മാരടക്കം ഗുണ്ടയെ തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് ജയരാജന്മാരെ ഇപ്പോൾ തെറിവിളിയാണ് ഈ കക്ഷികൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. അതെ, അതുകൊണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചു? ആയങ്കിയുടെ ആരാധകരായിട്ടുള്ള CPM ഗുണ്ടകൾ, അങ്ങനെയുള്ള ആൾക്കാർ അത് മുഴുവൻ അവർ എന്ത് ചെയ്യുന്നു, എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ കാട്ടാമല എന്ന് പറയുന്ന ഒരു സ്ഥലം, അതൊരു കോളനിയാണ്. കോളനി ഇപ്പോൾ ഉന്നതിയാണോ കോളനിയാണോ ഇത് ഊരാണോ ഏതാണെന്നൊന്നും നമുക്കറിയാം. അതിപ്പോഴും കൺഫ്യൂഷൻ നിലനിൽക്കുന്നു. എന്തായാലും ഉന്നതി എന്ന് നമുക്ക് പറയാം. അവിടെ റെയ്ഡിന് വരുന്നു. അർജുൻ ആയങ്കിയുടെ ഒളിപ്പിച്ചിരിക്കുന്നു പറഞ്ഞ് എല്ലാ വീട്ടിലും കയറി പരിശോധിക്കും. അപ്പോൾ ഇന്നലെ അതിനെതിരെ ഒരു സമരവുമായിട്ട് CPM, അന്ന് തന്നെ CPMകാരെല്ലാം വന്നു. അവിടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ വീട്ടിൽ കയറി എന്നും പറഞ്ഞ് വന്നു. ആ വീട് കണ്ട് നമ്മുടെ ജില്ലാ സെക്രട്ടറി ഓടി വഴിക്ക് പിന്നെ പോലും തെറ്റില്ല. ആ വീട് കണ്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചിരിച്ച് തലതല്ലി. കാരണം 10 വർഷം പിണറായി അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആ വീടിന് കതകുമില്ല, ജനലും ഇല്ല, അവരെ കാട്ടം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരാളുടെ ഗതി കണ്ട് ചിരിക്കുകയോ കളിയാക്കുകയോ ഒന്നുമല്ല. പക്ഷെ ഇവന്മാർ തള്ളി മറിച്ച് കട്ടും മോട്ടിച്ചും കൊണ്ടുപോയപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് ഒരു വീട് പോലും കൊടുക്കാനുള്ള ഇവരുണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഈ വീട് കിട്ടാത്തതിൽ ഇവർക്ക് പരാതിയും ഇല്ല. അറിയില്ലല്ലോ, അവർക്ക് പരാതിയില്ല. അവർക്ക് അവരുടെ പ്രശ്നം ഞങ്ങളുടെ നേതാവിനും മകൾക്കും ഒന്നും സംഭവിക്കരുതേ. ഇനി അഥവാ ആരെങ്കിലും അവരെ നേരിടാൻ വന്നാൽ ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യും, ഞങ്ങൾ ജീവൻ കൊടുത്തും സംരക്ഷിക്കും. എന്താണ്, അങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇന്നലെ അവിടെ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തി. അർജുൻ ആയങ്കിയെ തിരക്കി നിരപരാധികളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. CPM ഭരിക്കുന്ന സമയത്ത് വല്ലവൻ്റെയും പേരും പറഞ്ഞ് ഏതൊക്കെ വീടുകളിൽ ഇതുപോലെ ഇവർ റെയ്ഡ് നടത്തി, എവിടെയൊക്കെ റെയ്ഡ് നടത്തിയിട്ടുണ്ടാവും. അതെ, അതായത് യുവമാർ ഗുണ്ടകൾ തമ്മിൽ അടിയുണ്ടാകും, ക്രിമിനലുകൾ തമ്മിൽ അടിയുണ്ടാകും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരുത്തനെ നീ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വേരയിലും വെളിയിലും പണ്ടങ്ങാണ്ട് കാലത്ത് ഫോൺ വിളിച്ചവനെ വരെ അവൻ്റെ വീട്ടിൽ വരെ ഇവന്മാർ പാതിരാത്രിക്ക് എന്ന് കൂടും കുടുക്കെടുത്ത് എറിയുകയും തെറി വിളിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഞാൻ അതിനകത്തൊരു അനുഭവസ്ഥനാണ്. അതെ, മറുനാടൻ ഷാജൻ എൻ്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഇവർ പോലീസിനെ കയറ്റിവിട്ടു. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വന്നിട്ടുണ്ട്. അതെ, അപ്പോൾ കയറ്റിവിട്ട് ഇവർ വലിയ പരിശോധനയൊക്കെ നടത്തി. പിന്നെ നമ്മൾ വലിയ റെയ്ഡ് പ്രകാശനം, നമ്മളെ അറസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ഇത്. പ്രതിയെ ഒളിപ്പിച്ചു. കിട്ടാത്ത പ്രതിയെ എങ്ങനെ ഒളിപ്പിച്ചു? മാത്രവുമല്ല, ഈ കേസുമായിട്ട് നമുക്കെന്താ ബന്ധം? നമുക്കൊരു ബന്ധവുമില്ല. അത് ഒന്നാമത്തെ കാര്യം. ബേസിക്കലി ഒരു കള്ളക്കേസ് പിണറായി വിജയന് വേണ്ടി അജിത് കുമാറും ശശിയും അൻവറും ചേർന്ന് ഉണ്ടാക്കിയ, ശ്രീനിധനും ചേർന്നുണ്ടാക്കിയ, ഒന്നിച്ചിരുന്ന് ഫ്രെയിം ചെയ്ത് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു കള്ളക്കേസ്. ആ കള്ളക്കേസിൽ ഒരേ ഒരു പ്രതി, അത് ഷാജൻ സ്കറിയ. അപ്പോൾ അദ്ദേഹത്തെ തിരക്കി പോകേണ്ടതിന് പകരം അവർ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഈ നാട്ടിലുള്ള, എനിക്ക് തോന്നുന്നു ഇവന്മാർ ലണ്ടനിൽ വരെ ആളെ വിട്ടേനെ, താമസിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം കിട്ടിയോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ. അന്ന് ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ കയറിയ സമയത്ത് ഇവരെന്താ പറഞ്ഞതെന്ന് അവൻ്റെ വീട്ടിൽ കയറേണ്ടതാണ്, അവൻ പാർട്ടിക്കെതിരെ വാർത്ത എഴുതുന്നവൻ, പാർട്ടി നേതാക്കളെ അധിക്ഷേപിക്കുന്നവനാണ്, അവനെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, അവൻ്റെ വീട്ടിൽ കയറിയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ വലിയ പ്രോപ്പഗൻഡ, സോഷ്യൽ മീഡിയ ന്യായം പറഞ്ഞവന്മാരാണ്. അപ്പോൾ എന്താണ്,
അതേ ന്യായം പറഞ്ഞവന്മാരാണ് ഇപ്പോൾ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോലീസ് ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കും. എൻ്റെ വീട്ടിൽ പോലീസ് കയറിയത് നടപടിക്രമം പാലിച്ചല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ പോലീസ് അവിടെ കിടന്ന് വിയർത്തു. എന്തിന് കയറിയെന്ന് ചോദിച്ചപ്പം ഇവർക്ക് മറുപടിയില്ല. അത് ഞങ്ങൾക്ക് പിന്നെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. എന്തിനാ അയാളുടെ ഫോൺ പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചപ്പോൾ അതിനും മറുപടിയില്ല. ഫോൺ നിങ്ങൾ എന്തിനെടുത്തു? ഇല്ല ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. പിന്നെ എന്ത് കാര്യത്തിന്? ഒരുത്തൻ വീട്ടിൽ കിടന്ന് ഒരുത്തൻ്റെ ഫോൺ പിടിച്ചോണ്ട് പോയിട്ട് അവൻ ഹൈക്കോടതിയെ സമീപിക്കാൻ എത്ര രൂപ ചെലവ് വന്നിട്ട് ഇതെല്ലാം കോടതി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ചോദിച്ച് കഴിയുമ്പോൾ ഇന്നാ കൊണ്ടുപോക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്ത് തരികയും ചെയ്യും. എന്നിട്ട് ഇപ്പോൾ അയകി അന്വേഷിച്ച് ഇവിടെ ഈ ഒരു വീട്ടിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ അതെ, ഉദയഭാനു ഇപ്പോൾ ഭീഷണി മുഴക്കുകയാണ്. അതായത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ഉദയഭാനു വന്ന് ഭീഷണി മുഴക്കുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഉണ്ട്, ഞങ്ങൾ അങ്ങ് കയറും. അതായത് പോലീസുകാരോട് പറയാണ്. ഇത്രയും നാൾ യുവമാരുടെ പോലീസായിരുന്നു. യുവമാർ പറഞ്ഞാലേ അവന്മാർ മൂത്രം ഒഴിക്കാൻ പോകത്തുള്ളായിരുന്നു. ഇപ്പം എങ്ങനെ ഇത്ര ഒരു രാവ് വെളുത്തപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എതിരായത്? ഈ അമ്മയും പെങ്ങന്മാരൊക്കെ പിടിക്കാൻ വേണ്ടി യുവമാരെ കൂടെ കൂട്ടത്തോടെ കയറി ചെല്ലുകയാണെങ്കിൽ ഇവിടെ നാട്ടുകാർ നോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതെ, അത് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറി അടിക്കും എന്നാണ്. ഇത് തന്നെയാണ് അർജുനായെങ്കിലും പറഞ്ഞത്. നിന്നെ ഞാൻ പെൻഷൻ വാങ്ങാൻ അനുവദിക്കത്തില്ലെന്നാണ്. ഈ ഉദയഭാനു ഈ സ്റ്റൈൽ പ്രസംഗം നടത്തുന്ന ആളാണ്. അത് മണിയാശാൻ സ്ഥിരമായിട്ട് നടത്തുന്ന ആളാണ്. ഭീഷണിയാണ്. ഒരു കാര്യമില്ല, ഭീഷണിയൊക്കെയാണ്. ഒരു പിടിച്ച ആളുടെ മുന്നേ കൂടെ നടന്ന പോലെ ഒരു കാര്യമില്ല. ചുമ്മാ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പത്തനംതിട്ടയിൽ ഇരുന്നുകൊണ്ട് ഉള്ള ഗുണ്ടകളെയും ക്രിമിനൽസിനെയും മൊത്തം പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കുകയും പിന്നീട് അതിൻ്റെ പേരിൽ പണി മേടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു CPM നേതാവാണ്. അതിന്റെ ശൈലിയാണ്. അതെ, അത് ഒറ്റബുദ്ധിയാണ്. അതുകൊണ്ട് പിന്നെ നമ്മളത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ വഴി കിടക്കുന്ന ചൂട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളത് വീശി വെട്ടം കണ്ട് വീട്ടിൽ പോകും. അതൊരു ഭ്രാന്തൻ്റെ കയ്യിൽ പോവുകയാണെങ്കിൽ അവൻ വീടുകൾക്ക് തീ വയ്ക്കും. അതുപോലെയാണ് കേരള പോലീസ്. ഇയാൾ കോൺഗ്രസ്സുകാരെ എരപ്പാളികളെന്നും വളരെ മോശമായ ഭാഷയിൽ, അതായത് ഒരു തനി ഗുണ്ടയുടെ രീതിയിൽ ഇയാൾ. ഈയിടയ്ക്ക് CPM-ൽ ഒരു പുതിയ തീരുമാനം വന്നിട്ടുണ്ടായിരുന്നില്ല, ഇന്നത്തുള്ള എല്ലായിടത്തും മാന്യമായി പെരുമാറണം എന്നുള്ളത്. അതെ, അത് പറഞ്ഞിട്ടുണ്ട്. അത് ജഗതി പറഞ്ഞോളൂ, ഈ മഹാൻ ശിരസ് പിളർന്ന് അന്തരിക്കണേ എന്ന് പറഞ്ഞ പോലെ രീതിയിൽ പറയണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ മഹാന്മാർക്കൊന്നും ആ പഴയ ആ കെട്ടുപാടിൽ നിന്ന് മാറാം. ഇവരെല്ലാം ഗുണ്ടകളാണല്ലോ. മണിയാശാൻ, ഉദയഭാനു, ഇവരെല്ലാം ഈ പാർട്ടി ഗുണ്ടകളാണ്. ഗുണ്ടകളുടെ രീതിയിലേ ഇവർ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന് ഇദ്ദേഹം ഇന്നലെ വെല്ലുവിളിച്ച് അവിടെ സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്ത കമൻറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ തെറിയോട് തെറി. സത്യത്തിൽ ഇവരൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നുകയാണ്. തെറി കേൾക്കാനായി മാത്രം ഈ 10 വർഷം സൂചിച്ചു പോയി. അതാണ് പിന്നെ അവർ യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്പം കൂടെ സമയം. ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ഇന്നലെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഓരോ വാക്കും പറയുമ്പോൾ അവിടെ കൂടെ ഇരിക്കുന്നവർ ഓ എന്ന് പറഞ്ഞ് കൈയടിക്കുക. എന്ന് വെച്ചാൽ ആര് വിചാരിച്ചാലും CPM-നെ മാറ്റാൻ സാധിക്കില്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ. CPM മാറാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം വലിയ വാർത്തകളുണ്ടായിരുന്നു. ജനങ്ങളോട് നന്നായിട്ട് പെരുമാറുക, പിരിവ് നിർത്തുക, വഴിതടഞ്ഞുള്ള സമരം നിർത്തുക, നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുക, CJP മോഡൽ സമരം നടത്തുക തുടങ്ങി ഒത്തിരി ഭേദഗതികൾ ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പുള്ളിപ്പുലിയുടെ ദേഹത്തെ മറ്റേ പുള്ളി മായ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവരെത്ര ഒളിപ്പിച്ച് വെച്ചാൽ ആ കയ്യിലുള്ള ഫ്രോഡ് തരം പുറത്തു വരും എന്നുള്ളത് സത്യസന്ധമായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ ഉദയഭാനുവിൻ്റെ ഒരു പ്രസംഗം അവിടെ നടന്നത്. ആരും മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം ഇവർ തന്നെ കൈയടിച്ച് ഇവർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലാതെ പുറത്തുള്ളവരാരും ഇത് മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. അറിയാമല്ലോ, ജനങ്ങളെ അവർക്ക് അടികൊടുത്തിട്ടിരിക്കുകയാണല്ലോ. അതെ, കാരണം ഇവർ ഈ പറയുന്ന പോലെ പോലീസ് കയറിയെങ്കിൽ പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. എൻ്റെ വീട്ടിൽ കയറിയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ, ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു എന്നാണ്. അങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്നവരെ മനസ്സിലാകാത്തൊരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇവർ എന്ത് പറയും വഴി ഈ അമ്മയെ സഹോദരിയും ഭാര്യയും മോളെയൊക്കെ പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലാവും. ഇവരുടെ രീതി അങ്ങോട്ടാണ് ചായ്വ്. ഇവരുടെ ആശയപരമായി ഇവർക്ക് നേരിടാൻ അറിയില്ല. ഈ അന്തം കമ്മികൾ വന്ന് നമ്മളെ വീട്ടിലുള്ളവരെ കുറിച്ച് പറയും. നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് പറയും. നമുക്ക് എന്തെങ്കിലും ചരിത്രമുണ്ടോ അത് ചെകയും. എന്നിട്ട് ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ അതിശയോക്തി വെച്ച് കൂട്ടിക്കലർത്തി നമുക്കെതിരെ പറഞ്ഞ് പ്രചരിപ്പിക്കും. മാത്രമല്ല സ്വന്തം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിക്യാമറ വെച്ച് ജില്ലാ സെക്രട്ടറിയുടെ പിന്നെ പ്രണയനാടകം പിടിച്ച് ചിത്രീകരിച്ച ആളല്ലേ, അതുകൊണ്ട് സ്വാഭാവികം മാത്രമാണ്. എങ്കിൽ പോലും എല്ലാ ഈ അമ്മയെ സഹോദരിയും പറയുക എന്നുള്ളതാണ് ഇവരുടെ. അത് ഈ പറയുന്ന ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വൈകാരികമായിട്ട് പ്രതികരിക്കുമല്ലോ. അതാണ് കൊല്ലത്ത് നമ്മുടെ ചിന്തയും സംഘവും നടത്തിയ ജാഥയിൽ അമ്മയില്ലാ നേരത്തെന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം ഉണ്ടായിരുന്നു, മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നല്ലോ. അതെ, അച്ഛനില്ലാ നേരത്ത്. അപ്പോൾ അതൊക്കെ ഇവരുടെ ഒരു ആഭിമുഖ്യമാണ് അത് കാണിക്കുന്നത് തോന്നുന്നു ആ ഭാഗത്തേക്കുള്ളത്. അതെ, ഇത്തരം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല വിധത്തിലുള്ള
അനുഭവങ്ങളുടെ ബലത്തിലാണ് അവരിത് നിങ്ങളോട് അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത്. നേതാക്കന്മാരെ ഒളിവിലെ ഓർമ്മകളുടെ ഒറിജിനൽ ഫോം പുറത്തു വരികയാണെങ്കിൽ അറിയാം. അതെ, അതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. എന്തായാലും ഈ ഉദയഭാനുവിന്റെ ജൽപ്പനങ്ങളെ ആരും ഇവിടെ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ അവിടെ കിടന്ന് പറഞ്ഞേച്ചു പോകുക എന്നുള്ളതല്ല, ഇവരെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ ഇനി സാധിക്കില്ല. ജനം അതുപോലെ ഇവരെ എതിർത്ത് കഴിഞ്ഞു. പിന്നെ വെറുതെ ഇത് പറഞ്ഞ് നന്നാകാൻ പോകുന്ന, മുഖത്തെല്ലാം പോളിഷ് അടിക്കാൻ നിൽക്കുന്ന CPM-ന് ഒരു കളങ്കമായി മാറാം എന്നുള്ളതല്ല, അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഇല്ല.